നമസ്കാരം കാട്ടാക്കട. എല്ലാവരും തയ്യാറാണെന്നറിയാം. കാരണം 12 മണിയാകുമ്പോൾ സാരമില്ല, നമ്മുടെ കാട്ടാൽ പുസ്തകമേളയുടെ 1ാമത്തെ ദിവസമാണ്. അപ്പോൾ ഉദ്ഘാടന പരിപാടി ഡാൻസ് വെച്ച് ലേറ്റായി. ഒരു 100 തവണ മുരുകൻ കാട്ടാക്കട അണ്ണൻ വിളിച്ചിരുന്നു. കാര്യം ഈ പരിപാടി ബുക്ക് ചെയ്താൽ വിളിച്ചപ്പോൾ അണ്ണൻ പറഞ്ഞു, നോവി തലേ ദിവസം റിമീറ്റ് നോവിയുടെ പരിപാടിയാണ്, നമ്മളെ പരിപാടി തകർക്കണം. ഞാൻ പറഞ്ഞു, അണ്ണ അത് റിമീറ്റ് നോവി, ഇത് പൂവച്ചലും അസീസും എഞ്ഞാറക്കുട്ടിന്ന് ലോവിയും ഈ പൂവക്കൊടിയിൽ അഖിലും പിന്നെ വിതരുന്ന തങ്കച്ചനുമാണ്. നമ്മളെ സ്ഥലമാണ് കാട്ടാക്കട, നമ്മളെ ഏരിയല്ലേ. അപ്പൊ നമ്മളോടൊപ്പം അവർ നിന്നോളും. 12 മണിയായാലും കുഴപ്പമില്ല, 2, 3, 4 മണി വരെ നമുക്ക് കുറച്ചു നേരം അടിച്ച പൊളിച്ച് അങ്ങനെ കൊണ്ടുപോവാം. അപ്പോ വളരെ സന്തോഷം. കാര്യം കാട്ടാക്കടയുടെ ജനകീയ ഉത്സവമായ കാട്ടാൽ പുസ്തകമേളയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്ന വലിയ ഭാഗ്യം. ഞങ്ങൾക്ക് അവസരം ഒരുക്കുന്ന പ്രിയപ്പെട്ട കമ്മിറ്റിക്ക് ഭാരവാഹിക്കും മുരുകൻ കാട്ടാക്കട, പ്രിയപ്പെട്ട കവി, അദ്ദേഹത്തിന് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ അർദ്ധരാത്രിയിലും ഈ 12 മണി സമയത്തും ഞങ്ങൾ ആസ്വദിക്കാൻ ഇങ്ങനെ കൂടിയിരിക്കുന്ന നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി നന്ദി. അവസാനം വരെ കാണണം, പൊക്കളയിലെ വിശക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നല്ല കൈഡി ഒന്ന് കൊടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അണ്ണ വന്നപ്പോഴേ ഈ പേപ്പർ ബോംബൊക്കെ പൊട്ടിയുണ്ടായിരുന്ന ഇവന് നടന്നു ജോലി കയറാൻ ഞാൻ ബസ് പിടിച്ചേ പോകാൻ പറ്റും. അങ്ങേറ്റം വരെ പറയട്ടെ, പേപ്പർ ബോംബൊക്കെ പൊട്ടിയുണ്ടായിരുന്ന കാര്യം എന്താ അറിയാമോ? അണ്ണന് ഭയങ്കര ചേഞ്ച് ഉണ്ട്. ഈ സിനിമയിൽ ചേഞ്ച് ഉണ്ട്. ഇപ്പൊ ക്യാരക്ടർ വേഷങ്ങളിലൊക്കെ അച്ഛൻ വേഷമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അത് കിട്ടോ, അതല്ല പറഞ്ഞത്. അണ്ണൻ മെലിഞ്ഞ് അല്ല, അതാണ് ഇത്രയും കൈയടിയും അങ്ങനെ വിലേശനൊക്കെ കുത്തിയിരുന്ന് പൊട്ടിയിട്ടുണ്ട്. ഡയറ്റിംഗ്, അതെ, ഡയറ്റിംഗ് ആണ് ഒരു മനുഷ്യനെ മെലിക്കുന്ന നല്ല കാര്യം. ഇത്രയും ആൾക്കാരോട് എത്രയോ പേര് തടി കുറയ്ക്കാൻ വേണ്ടി രാവിലെ തൊട്ട് വെളുപ്പാന്നാണ്. എങ്ങനെ എന്റെ ഡയറ്റ് ഫോളോ ചെയ്താൽ മതി. അപ്പൊ അണ്ണന്റെ ഡയറ്റ് ഒന്ന് പറഞ്ഞോളൂ, അവർക്ക് മനസ്സിലാവട്ടെ. പറഞ്ഞാൽ അത്യാവശ്യം വണ്ണമുള്ളവർ വണ്ണം കുറയ്ക്കാനുള്ള ഡയറ്റിംഗ് പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ഡയറ്റിംഗിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഉറക്കണിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യണം, കറക്റ്റ് കാര്യം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമ്മളെ തടി കുറയും. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വേണ്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് വെച്ചിട്ട് ചോറ് തിന്നണം. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടെന്ന് വെച്ചിട്ട് ചോറ് തിന്നണം. അപ്പൊ ഉച്ചക്കല്ലേ ചോറ് തിന്നുള്ളത്? ഉച്ചക്ക് ചോറ് തിന്നല്ലോ, ഡയറ്റിംഗ് ഇല്ലടാ. അപ്പൊ ഉച്ചക്ക് എന്ത് കഴിക്കും?